എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒട്ടുമുക്കാൽ ഇടവകകളിലും അൽമായ മുന്നേറ്റം എന്ന സംഘടനയുടെ യൂണിറ്റുകൾ തുടങ്ങി എന്നറിയാൻ കഴിഞ്ഞു. ഉഗ്രൻ ഐഡിയയാണ്. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എല്ലാ ഇടവകകളിലും ഓരോ യൂണിറ്റ്. അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഈ കല്ലായ ഉണ്ടാക്കിയാൽ അവർ ചൊറിഞ്ഞു കൊണ്ടുവന്നാൽ ഉടനടി അത് നടപടിയെടുക്കുവാനും അതിന് തടയിടാനും ഈ ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര യൂണിറ്റുകൾക്ക് സാധിക്കും. ഇത് വളരെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഇതിൻ്റെ കാലം കഴിഞ്ഞിരുന്നു. ഞാൻ 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഗ്രൗണ്ട് ലെവൽ, ഇതിന് ലോക്കൽ ലെവലിലേക്ക് ഈ പ്രസ്ഥാനം വളരണമെന്ന്. ഇതുകൊണ്ടുള്ള ഗുണമെന്താണ്? ഇൻഡിപെൻഡൻറ്റ് ചെറിയ ചെറിയ ഇടവകളിൽ ഈ ക്ഷുദ്രജീവികൾ, ഈ കല്ലായ ക്ഷുദ്രജീവികൾ ഒന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടെ ചോദിക്കാൻ ഒരാളുണ്ടാവും, വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ കല്ലായരുടെ വേലത്തരങ്ങളും വേഷം കെട്ടുകളും അത്ര എളുപ്പമായിട്ട് അവിടങ്ങളിൽ നടക്കില്ല. വൈദികരെ ഭീഷണിപ്പെടുത്തുക, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഇവരുടെ ഇതുപോലത്തെ തോന്നിവാസത്തിന് ചോദിക്കാൻ ആൺപിള്ളേരുണ്ടാകും. അത് അവരെ നിരുത്സാഹപ്പെടുത്തും. നമ്മളെല്ലാവരും ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ നമ്മുടെ അതിരൂപതയിലെ മിക്കവാറും വൈദികരും അതുപോലെ തന്നെ നമ്മുടെ അൽമായ മുന്നേറ്റം പ്രവർത്തകരെല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്, ശുഭ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ബിഷപ്പുമാർ ഏത് നേരത്തും അവർക്ക് വാക്കുമാറാം. ഇപ്പോൾ അവർക്ക് വാക്കുമാറാനായിട്ട് ഒരു എക്സ്ക്യൂസായി. എന്ത് എക്സ്ക്യൂസ്? അതിന് തടസ്സമുണ്ട്. ജനങ്ങൾ ഇളകിയിരിക്കുന്നു, കൽദായർ ഇളകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രശ്നം ഒരു പക്ഷത്തിൻ്റെ മാത്രം ഈ താല്പര്യത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഈ തീരുമാനം എന്ന് പറയുവാനായിട്ട് അവർക്കൊരു എക്സ്ക്യൂസായി. അതുകൊണ്ട് അവരല്ലേ ഇപ്പോൾ ഈ തിരുവാങ്കുളത്തും അതുപോലെ തന്നെ സൂനോദോസ് പള്ളിയിലും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന പദയാത്ര, കൽദായരുടെ ഇപ്പോഴത്തെ ആ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനൊക്കെ പിറകിൽ ഈ സഭാ നേതൃത്വം തന്നെ അല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇവരുടെ ഒരു കളിയല്ലേ, ഇതൊരു നാടകമല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവർ തന്നെ സമ്മതിച്ച സമവായത്തിന് തുരങ്കം വയ്ക്കുവാൻ അവർ തന്നെ ഒപ്പിക്കുന്ന പണിയല്ലേ എന്ന് നമുക്ക് സംശയിക്കാം. ഓഫ് കോഴ്സ് ഒരു സമവായം എന്ന് കേട്ടപ്പോഴേ നമ്മുടെ കൽദായ ക്ഷുദ്രജീവികൾ ആകെ അങ്കലാപ്പിലാണ്. കാരണം അവർക്ക് വേണ്ട. കാരണം അത് അവരുടെ പേഴ്സണൽ ആവശ്യമല്ല, അത് ആലഞ്ചേരിയുടെയും കൽദായ ലോബിയുടെയും ആവശ്യമാണ്. എറണാകുളത്തെ കൽദായവാദികൾ എന്ന് പറയുന്നത് ഈ കൽദായ ലോബിയുടെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളാണ്, വെറും കോലങ്ങളാണ് അവർ. കഴിഞ്ഞ 25-30 വർഷമായിട്ട് വരത്തന്മാരെന്ന് നമ്മൾ പറയുന്ന ഈ കൽദായ ജീവികൾ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. ജനാഭിമുഖ കുർബാനയും കണ്ട് സ്വസ്ഥമായിട്ട് അവർ പിള്ളേരെ മാമോദിസ മുക്കി, പെൺപിള്ളേരെ കെട്ടിച്ചും വിട്ട് ആൺപിള്ളേരെ കല്യാണവും കഴിപ്പിച്ച് നമ്മുടെ പള്ളികളിൽ ആത്മീയമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ വരത്തന്മാരാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അതിന് തിരിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി ലോബി അണ്ടർഗ്രൗണ്ടിൽ കൂടി പ്രവർത്തിച്ചു. ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം അവർ ഈ എറണാകുളത്ത് മാത്രമല്ല, ലോകത്തിലെ എല്ലാ സീറോ മലബാർ രൂപതകളിലും ഈ കൽദായ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, UK, അതുപോലെ തന്നെ അമേരിക്ക, കാനഡ തുടങ്ങിയ വിദേശ രൂപതകളിലും ഇവരുടെ ഈ ക്ഷുദ്ര പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് അവിടെ ഉണ്ടാകാൻ സാധ്യത വന്നാൽ ഉടനെ കയറി ഇടപെടാനും അതിനെ തകർക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു പിന്നണി അല്ലെങ്കിൽ ഒരു മുന്നണി വട്ടവർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മെത്രാന്മാർ ഇങ്ങനെ പടച്ചുവിട്ട ഈ ഭൂതങ്ങളെ ഇനിയും കുപ്പിയിൽ തിരിച്ചു കയറ്റാനായിട്ട് പറ്റുകയില്ല. അവർ കുപ്പിയിൽ നിന്ന് പുറത്തിയാടി ഇവരെ ഒതുക്കുവാൻ ഇനി ഇവർക്ക് സാധ്യമല്ല. കാരണം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അത് കൊടുക്കാതെ അവരോട് നോ പറയാനുള്ള ത്രാണി നമ്മുടെ ബിഷപ്പുമാർക്ക് ഉണ്ടാകുകയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എറണാകുളത്തിൻ്റെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി മാത്രമാണ് ഈ ബിഷപ്പുമാർ ഈ സമവായത്തിന് തുനിഞ്ഞത്. അറ്റ്ലീസ്റ്റ് സമവായത്തിൻ്റെ വാക്കുകൾ സംസാരിച്ചത്. സമവായമായി എന്ന് ഞാൻ പറയില്ല, സംസാരിച്ചത്. അപ്പോൾ അത് മനസ്സില്ലാ മനസ്സോടെ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഒരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന പോലെയാണ്. ഏത് മിനിറ്റിലും അവളുടെ കാമുകൻ വന്നാൽ ചാടിപ്പോകാനായിട്ട് അവൾ റെഡിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ബിഷപ്പുമാർ. മനസ്സോടെ അവർ സമവായം. പക്ഷേ ഒരു വിടവ് കിട്ടിയാൽ അതിൽ നിന്ന് വഴുതി ഊരിപ്പോകുവാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിടവാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ കൽദായ ജീവികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സമവായം പൊളിക്കാനുള്ള ഒരു അന്തരീക്ഷം അവർ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ
കൽദായരുടെ പ്രൊട്ടസ്റ്റും ബഹളവും പദയാത്രയും വിപ്ലവവും ഒക്കെ പറഞ്ഞ് ബിഷപ്പുമാർക്ക് എന്തെങ്കിലും രീതിയിൽ തടിയൂരാം. ഇതിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മളിതിനെല്ലാം തയ്യാറെടുപ്പോടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.